നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ ഇന്റർനാഷണൽ റിലേഷൻസ് എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര്, ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ നേച്ചർ, അതുപോലെ സ്കോപ്പ്, ഇതൊക്കെയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ നേച്ചറും സ്കോപ്പും എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത്, ഇത് രാജ്യങ്ങളും അതുപോലെ രാജ്യാതീത സംഘടനകളും തമ്മിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക, സാംസ്കാരിക കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷനിലെ തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പഠിച്ചിരുന്നു എന്താണ് ഇവിടെ പഠന വിധേയമാക്കുന്നത് എന്ന് വെച്ചാല് ഒരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ, ഇനി രാജ്യത്തിനകത്താണെങ്കിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ആണെങ്കിലും നിലനിൽക്കുന്ന സംഘടനകളുമായിട്ട് ഉള്ള ബഹുമുഖമായിട്ടുള്ള ബന്ധങ്ങൾ, അത് രാഷ്ട്രീയ മാനങ്ങളുള്ള ബന്ധങ്ങളായിരിക്കും, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും, സൈനികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, മറ്റൊരു സംഘടനയുമായിട്ട് പുലർത്തുന്ന ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഇതിനുണ്ട്. കാരണം ഒരു വിഷയത്തെയും ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന IR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൈനമിക് ആയിട്ടുള്ള ഒരു നേച്ചർ, അതായത് ഡൈനമിക് നേച്ചർ എന്ന് പറയുന്നതുകൊണ്ട് ഇതൊരു ചലനാത്മകമായ, നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ചാല് അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. യുദ്ധങ്ങൾ വരുന്നു, അത് മാറുന്നു, പുതിയ പവർ റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ ഒരു വലിയ മഹാമാരി, ഇപ്പൊ നമുക്കറിയാം 2020 കോവിഡ് വന്നു. അത് ലോകത്താകമാനമുള്ള സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികളെ ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് IR വരുന്നത്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോ ഇതൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ ഇത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്, അതിനോടുള്ള ചൈനയും നേപ്പാളും തമ്മിലുള്ള ബന്ധം, അപ്പോ എന്തുകൊണ്ടാണ് അതില് അമേരിക്കയുടെ റോൾ എന്ത്, ഇങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തില് ഈ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ദെൻ മറ്റൊന്നാണ് രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ശ്രദ്ധ, അതായത് ബിയോണ്ട് സ്റ്റേറ്റ്സ് ഒരു ശ്രദ്ധ. പരമ്പരാഗതമായി രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആയിരുന്നു കേന്ദ്ര വിഷയം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. രാജ്യത്തിന് അപ്പുറത്തേക്കുള്ള ഇപ്പൊ UN, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ പല NGOs, ഇനി അങ്ങനെയുള്ള പല അന്താരാഷ്ട്ര സംഘടനകളും ഉണ്ടല്ലോ. അപ്പൊ ഇത്തരം സംഘടനകളുടെയൊക്കെ അതുപോലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പഠനം നടത്തുന്നു. ദെൻ വ്യവഹാരാധിഷ്ഠിതമാണ്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആൻഡ് പോളിസി ഓറിയന്റഡ് ആണ്. ഗവേഷണം വെറും സിദ്ധാന്തപരമല്ല, മറിച്ച് അത് നയരൂപീകരണത്തിനും സഹായകമാണ് എന്നതാണ് ഇവിടെ പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി സമാധാനപരവും അതുപോലെ സംഘർഷങ്ങള്, പീസ് ട്രീറ്റീസ്, പീസ് കോൺഫ്ലിക്ട്സ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള പഠനം ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. യുദ്ധം നടക്കുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട അലൈഡ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ടെൻഷൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതിന്റെ കാരണങ്ങൾ, ഇങ്ങനെ സർവ്വകാര്യങ്ങളെ കുറിച്ചും IR പഠന വിധേയമാക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ സ്കോപ്പ് എന്ന് നോക്കാം. IRന്റെ പഠന പരിധി എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പഠന പരിധിയുണ്ട്. രാഷ്ട്രീയ മേഖലയിലേക്ക് അതിന്റെ പഠനം വ്യാപിപ്പിക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങള്, പവർ പൊളിറ്റിക്സ്, വിദേശ നയം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വിദേശ നയം. അതുപോലെ തന്നെ സുരക്ഷയെ കുറിച്ചുള്ള പഠനങ്ങള്, സുരക്ഷയില് വരുന്ന പ്രശ്നങ്ങള്, പാളിച്ചകൾ, ഇതേക്കുറിച്ചൊക്കെ തന്നെ ഇതിലെ പഠന വിധേയമാക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഇക്കണോമിക് സ്കോപ്പാണ്, സാമ്പത്തികമായിട്ടുള്ള സ്കോപ്പാണ്. അന്താരാഷ്ട്ര വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന്, അന്താരാഷ്ട്ര സംഘടനകളില് അംഗത്വം വരുന്നതിന്, അതുപോലെ തന്നെ നമ്മളുടെ ഓരോ രാഷ്ട്രത്തിന്റെയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും, അത് അന്താരാഷ്ട്ര തലത്തിലുള്ള കച്ചവടങ്ങളിലും അതുപോലെ തന്നെ കരാറുകളിലും ഒക്കെ ഏർപ്പെടുന്നതിനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠന വിധേയമാക്കുന്നുണ്ട്. ഇനി സാമൂഹിക സാംസ്കാരിക മേഖലകളിലാണ് മറ്റൊന്ന്. മനുഷ്യാവകാശം, കുടിയേറ്റം,
അഭയാർത്ഥി പ്രശ്നങ്ങൾ, സാംസ്കാരിക ഇടപെടലുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ അഭയാർത്ഥി പ്രശ്നം, അഭയാർത്ഥികളുടെ ഒഴുക്ക്, ഇതൊക്കെ വലിയ റീസെന്റ് ആയിട്ട് തന്നെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ഈ എർത്ത് അതുപോലെ തന്നെ ഫ്ലഡും ഒക്കെ വരുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് സഹായ നിധികൾ രൂപീകരിക്കുന്നതും അതിന് രാഷ്ട്രങ്ങള് സഹായം നൽകാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലഡും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ മൈത്രി എന്ന പേരിലൊക്കെ അല്ലെ, നമ്മൾ പല പേരുകളും ഇട്ട് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് സഹായങ്ങൾ നൽകിയിരുന്നു ഇന്ത്യ. അതുപോലെ നമുക്കും മറ്റു രാഷ്ട്രങ്ങളുടെ സഹായങ്ങൾ പല മേഖലകളിൽ നിന്നും കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളും സ്ഥാപനങ്ങളും, ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കോപ്പ്, അത് വളരെ വൈഡ് ആയിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉടമ്പടികൾ, ഇപ്പൊ നമ്മുടെ ഹേഗ്, നമ്മുടെ എന്താണ് ലോക സംഘടനകളുണ്ട്, ലോക വ്യാപാര സംഘടനയാവട്ടെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാവട്ടെ, ഇങ്ങനെയുള്ള ക്രിമിനൽ കോടതി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും ഒക്കെ നിലനിൽപ്പ് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.